ഹലോ കുട്ടീസ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാണാൻ പോയനെ? അടിപൊളി, അത് മതി. എല്ലാ സാധനങ്ങളും ഡെന്നിച്ചേട്ടൻ നിങ്ങൾ പറഞ്ഞതൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? ഡെന്നിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു വെച്ചിട്ടില്ലേ? ഇനിയിപ്പോ ആർക്കെങ്കിലും സ്ട്രോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട, നമുക്ക് സ്ട്രോ ഇല്ലാണ്ട് നമുക്ക് സെറ്റ് ആകാം. പോരെ? അപ്പൊ ദിവനച്ചൻ നിങ്ങളോട് ഇപ്പം റോസറി എങ്ങനെയാണ്, നമ്മൾ ജപമാല എങ്ങനെയാണ് തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ? ജപമാല ഏറ്റവും ആദ്യം കൊടുത്ത വിശുദ്ധന്റെ പേരെന്നാ? വിശുദ്ധ ഡൊമിനിക് അല്ലേ? വിശുദ്ധ ഡൊമിനിക്കിനാണ് ജപമാല ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കൊടുക്കുന്നത്. ജപമാല എന്താ? ജപമാല ഒരു മാല പോലെയല്ലേ അല്ലേ? നമ്മൾ അണിയുമ്പോൾ എന്താണ്? ജപമാല നമ്മൾ കഴുത്തിലിടുമ്പോൾ അതൊരു ആഭരണം പോലെയാണ് അല്ലേ? ആഭരണമാണ്. നമ്മൾ കയ്യിൽ പിടിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണത്? അതൊരു ആയുധമാണ്, വാളാണ് അല്ലേ? അപ്പൊ ഈ ആഭരണത്തിന്റെ പ്രത്യേകത എന്താ? ആഭരണം നമ്മൾ എന്തിനാ ഇടണേ? പെൺകുട്ടികൾ മാലയും കമ്മലും വളയൊക്കെ ഇടുന്ന എന്തിനാ? ഭംഗി കൂടാൻ വേണ്ടിയാ അല്ലേ? ഭംഗി കൂടാൻ വേണ്ടിയല്ലേ? ഭംഗി കൂടാൻ വേണ്ടി, നമ്മുടെ ആത്മാവിന് ഭംഗി കൂടാൻ വേണ്ടി നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ഒരു വലിയൊരു ആഭരണമാണ് പരിശുദ്ധ ജപമാല. നമ്മുടെ ആത്മാവിന് ഭംഗി കൂടാൻ വേണ്ടി സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന നല്ലൊരു ആഭരണമാണ് ജപമാല. അതുപോലെ നമ്മളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വർഗം നമുക്ക് നൽകിയ ഒരു ആയുധമാണ് ജപമാല. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വർഗം നമുക്ക് നൽകിയ ഒരു ആയുധമാണ് ജപമാല. ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ മാതാവിന് റോസാപ്പൂക്കൾ കൊടുക്കുകയാണ്. അതുപോലെ മാതാവിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി നമ്മൾ മാറ്റുകയാണ്. സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് ജപമാല കെട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണ്. ജപമാല കെട്ടി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ജപമാല ചൊല്ലുകയും കൂടി വേണം. ഇപ്പൊ നമ്മൾ ജപമാല കെട്ടിപ്പഠിക്കും. കെട്ടിപ്പഠിച്ചിട്ട് നമ്മൾ ജപമാല കൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് മാതാവിന് കൂടുതൽ ഭംഗിയുണ്ടാകുന്നത്, സ്വർഗം നമ്മളുടെ മേൽ കനിയുന്നത്, നമ്മൾ കൂടുതൽ ആത്മാവിൽ ഭംഗിയുള്ളവരാകുന്നത്, വിശുദ്ധരായിട്ട് വളരുന്നത്. സോ ഗൈസ്, അച്ഛൻ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നു ജപമാല പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു, ദിവനച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോ ഈ ആഭരണം അല്ലെങ്കിൽ നമുക്ക് ഈ വാള് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പഠിക്കാം. റെഡിയല്ലേ എല്ലാവരും? അപ്പൊ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നൂലില്ലേ? മെഴുകുതിരി ഇപ്പൊ കത്തിച്ച് വെക്കണ്ട, അവസാനം കത്തിച്ച് വെച്ചാൽ മതി കേട്ടാ. നൂലില്ലേ? നൂലൊന്ന് കാണിക്കാവോ? അച്ഛനൊന്ന് കാണിക്കാവോ? എന്തോരം നീളമുണ്ട്? ഏകദേശം എന്താ ഇത്രയും, അതായത് ഒരു 30 സെന്റിമീറ്റർ എങ്കിലും നീളം എടുക്കുക. നമ്മൾ 10 മണിയുടെ ജപമാലയാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ കൈയറ്റത്ത് നിന്ന് ഷോൾഡർ വരെ ഏകദേശം ഒരു 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30-35, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, എടുത്തു വെക്കുക. പിന്നെ നമുക്ക് വേണ്ടതാ ചെറിയൊരു ഫില്ലറാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു ഫില്ലർ ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾക്ക് സാധാരണ കെട്ട് നിങ്ങൾക്കറിയില്ലേ? സാധാരണ നമ്മളൊരു നോട്ട് ഇടുന്നത് എങ്ങനെയാ? നമ്മളൊരു കയറെടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ആക്കിയിട്ട് ഇതിലൂടെ നമ്മൾ ഇങ്ങനെ കയറ്റും അല്ലേ? ഈ കെട്ടിടാൻ എല്ലാവർക്കും അറിയില്ലേ? സിമ്പിൾ നോട്ടല്ല, ഇങ്ങനെ അറിയില്ലേ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ചുമ്മാ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ നൂലുണ്ടോ? ഒരു വേറൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി നോക്കി. സ്ട്രോ ഇല്ലാത്തവര് സ്ട്രോ ഉള്ളവർക്ക് നമുക്ക് വേറെ രീതിയിൽ പിടിക്കാം. സ്ട്രോ ഇല്ലാത്തതാ ഇങ്ങനെ നമ്മൾ ഒരു നോട്ട് ഇടുന്നതിന് പകരം 3 വട്ടം നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റിയെടുക്കും. 3 വട്ടം നമ്മൾ ഉള്ളിലൂടെ കയറ്റിയെടുത്തിട്ടാ നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് എന്തായി? കെട്ടായി. കണ്ടോ? അച്ഛൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് സ്ട്രോ ഇല്ലാത്തവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. സ്ട്രോ ഉള്ളവർക്ക് നമുക്ക് പിന്നീട് എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം. സ്ട്രോ ഇല്ലാത്തവർ നമ്മൾ ചരടെടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, 3 വട്ടം നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നു. 1, 2, 3. എന്താ പതിയെ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ നോട്ടാണ് നമ്മൾ കെട്ടുന്നത്. നമുക്ക് ജപമാല പല രീതിയിൽ കെട്ടാം. നമ്മൾ ഒരു ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി സ്ട്രോ ഉള്ളവരില്ലേ? സ്ട്രോ ഉള്ളവരെ പഠിപ്പിച്ചു തരാം. സ്ട്രോ ഉള്ളവർ കെട്ടേണ്ടത് എങ്ങനെയാണ്? നമ്മൾ എടുക്കുന്നു, നമ്മൾ കയറിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ എടുക്കുക. ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഇതല്ലേ? ഈ പോർഷൻ നമ്മൾ ഇങ്ങനെ എടുത്ത് ലാസ്റ്റ് പോർഷൻ എടുക്കുന്നു. നമ്മൾ കയറിന്റെ ലാസ്റ്റ് പോർഷൻ എടുത്തിട്ട് അവിടെ നമ്മൾ ഈ സ്ട്രോ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രോ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ വലത് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം ഇടത് കൈയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ചുറ്റുന്നു. 1, 2, 3. നമുക്ക് 3, 4, 5, 6 എത്ര കെട്ട് വേണേൽ കെട്ടാം, എത്ര ചുറ്റ് വേണമെങ്കിൽ ചുറ്റാം. അത് നിങ്ങൾ ചുറ്റുന്നത് ആ കെട്ടിന്റെ നീളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ തൽക്കാലം നമ്മൾ തുടങ്ങുമല്ലേ, നമുക്ക് 3 കെട്ടിടാം. 3 നമുക്ക് എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ത്രിത്വൈക ദൈവത്തിന് സ്തുതിയായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് 3
നോട്ട് ഇടാം. ഇങ്ങനെ ഇടുന്നു. ഇപ്പൊ നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റില്ല. എങ്ങനെ ചുറ്റേണ്ടത്? എങ്ങനെ? അതെ, സ്ട്രോ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ നേരെ പിടിക്കുന്നു. ഇതാ 1. ഇനി പുറകിലേക്കാണ് കേട്ടോ ചുറ്റേണ്ടത്, മുന്നിലേക്ക് ചുറ്റരുത്. ഒരു ചുറ്റി ചുറ്റി ആ ചുറ്റിന്റെ പുറകിലേക്ക് ചുറ്റണം. 2, 3. അങ്ങനെ ചുറ്റാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ചുറ്റാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പേരൻസ് കൂടെ ഉള്ളവരെ പേരൻസിനെ വിളിച്ചിരുത്തിക്കോ കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. വളരെ സിമ്പിൾ ആണത്. നമുക്കിപ്പോൾ ശരിയാക്കി തരാം. എന്താ ഇതാ നോക്കി, ഇങ്ങനെ നമ്മൾ പിടിക്കുന്നു. 1, ഒരു ചുറ്റി ഇങ്ങനെ ചുറ്റി. ഇതാ 1, 2. അതിന്റെ പുറകിലേക്കാണ് ചുറ്റേണ്ടത്, നമ്മുടെ വിരലിന്റെ അടുത്തേക്കാണ് ചുറ്റേണ്ടത്. 2, 3. മനസ്സിലായോ? അങ്ങനെ ചുറ്റിയില്ലേ? ഇങ്ങനെ ചുറ്റിയിട്ട് ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ അവസാനത്തെ നമ്മളെ ചുറ്റിയ പോർഷൻ ഇല്ലേ, അതിങ്ങനെ എടുക്കും. അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള സ്ട്രോ ഇല്ലേ, ആ സ്ട്രോ ഇടുതാ അടിയിൽ കൂടി നമ്മൾ ഇത് ഇങ്ങനെ കയറ്റും. ഈ അടിഭാഗം കണ്ടോ? ഈ അടിഭാഗം കണ്ടോ നിങ്ങൾ? ഈ അടിഭാഗത്തൂടെ അതിലെ ഹോളിലൂടെ നമ്മൾ ഇതാ ഇങ്ങനെ മുകളിലേക്ക് എടുക്കും അല്ലേ? മുകളിലേക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ ഇതാ നമുക്കിത് ഇങ്ങനെ വലിക്കാം. ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഈ സ്ട്രോ വെക്കുന്നതെന്ന് അറിയാവോ? സ്ട്രോ വെക്കുമ്പോൾ നമുക്ക് ആ വലിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ സ്ട്രോ വെക്കുന്നത്. കണ്ടാ ഇങ്ങനെ വലിച്ചില്ലേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രോ പതിയെ മുന്നിലേക്ക് മാറ്റും. ഇങ്ങനെ പതിയെ ഇങ്ങനെ നമ്മൾ ഊരിക്കളയും. സ്ട്രോ ഇങ്ങനെ ഊരിയിട്ട് അങ്ങ് വിട്ട് കളയാം. എന്നിട്ട് പതിയെ കണ്ടോ, നോട്ടായി. നോട്ടായില്ലേ? നമുക്ക് ഒന്നുകൂടി കെട്ടി നോക്കാം. ഒന്നുകൂടി കെട്ടി നോക്കാം. എളുപ്പത്തിൽ കെട്ടാം കേട്ടോ. നമ്മളിന്നൊരു കൊന്ത കെട്ടിയിട്ട് ഇവിടുന്ന് പോകില്ല നമ്മൾ, അല്ലെങ്കിൽ ഏറ്റവും വിടില്ല. ഇതാ നമ്മൾ സ്ട്രോ എടുക്കുന്നു. നമ്മൾ ഈ ത്രെഡിനോട്, നൂലിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. നൂലിനോട് നമ്മൾ ത്രെഡിനോട് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചു. നമ്മൾ ചുറ്റാൻ വേണ്ടി പോവാണ്. ഇതാ 1. ചുറ്റുന്നത് എങ്ങോട്ടാ? പുറകിലേക്കാണ് ചുറ്റുന്നത്. അതായത് വലത്തുനിന്ന് നമ്മൾ ഇടത്തോട്ടാണ് ചുറ്റി പോകുന്നത്. വലത്തേക്ക് തന്നെ ചുറ്റി പോകരുത്, അപ്പോൾ കെട്ടാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ നീട്ടി പിടിച്ചതിന് ശേഷം ഇതാ വലത്തുനിന്ന് അച്ഛൻ്റെ വലത് കൈ കൊണ്ട് ചുറ്റുന്നു. ഇടത് കൈയുടെ ദിശയിലേക്കാണ് ചുറ്റുന്നത്. ഇടത് കൈയുടെ ഡയറക്ഷനിലേക്ക് ചുറ്റണം. 1, 2, 3. ഇങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ സ്ട്രോയിലേക്ക് നമ്മൾ പിടുത്തം മാറ്റി നമ്മൾ ഈ ചുറ്റാൻ ഉപയോഗിച്ച പോർഷൻ തന്നെ എടുക്കുന്നു. ചുറ്റാൻ ഉപയോഗിച്ച അതേ പോർഷൻ തന്നെ എടുത്ത് കണ്ടതേ എന്നിരുതാ പതിയെ നമ്മൾ ഈ റീഫില്ലറിന്റെ അടിയിലൂടെ ഇങ്ങനെ കയറ്റും. കണ്ടോ? ഇങ്ങനെ വലിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പതിയെ റീഫില്ലർ അങ്ങ് ഊരിക്കളയും. ഊരിക്കളഞ്ഞു കഴിയുമ്പോൾ ആ ത്രെഡായി, ആ നോട്ടായി. ഓക്കെ അല്ലേ? കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയവരൊന്നൊന്ന് കൈ ഉയർത്തി കാണിക്കാവോ? കിട്ടിയോ? കെട്ടാൻ പറ്റിയ എത്ര പേരുണ്ട്? കൈവക്കിട്ടുണ്ടോ? വെരി ഗുഡ്. അങ്ങനെയാണ് നമുക്ക് റോസറി കെട്ടി തുടങ്ങാം. ഇനി അങ്ങനെ കെട്ടാൻ പറ്റാത്തൊരു വിഷമിക്കേണ്ട. നമുക്ക് ഓരോ വട്ടം നമ്മളിങ്ങനെ കെട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ബീഡ് ഇട്ട് തുടങ്ങാം. ഇനി നിങ്ങൾ എടുക്കേണ്ട എന്താ? നിങ്ങളുടെ കയ്യിലെ ബീഡ്സ് എടുക്കുക. ബീഡ്സ് എടുത്ത് തൊട്ടടുത്ത് വെക്കുക. നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം ഒന്നാമത്തെ കെട്ടിടണം. ഒന്നാമത്തെ കെട്ടിടം. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ ഇത്രയും ത്രെഡ് ഉണ്ട്, ഇത്രയും നൂലുണ്ട്. അതിൽ ഇടത് കയ്യിലെ പോർഷൻ ഇത്രയും നമ്മൾ ലീവ് ചെയ്യും. ഒരു 2 ഇഞ്ചോളം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ലീവ് ചെയ്യണം. ആ പോർഷൻ കണ്ടോ? 2 ഇഞ്ചോളം ലീവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റീഫില്ലർ നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. റീഫില്ലർ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചുറ്റുന്നു. ഒന്നാമത്തെ ചുറ്റിടാണ്. 1, 2, 3 ചുറ്റിട്ടു. നമ്മളിതാ റീഫില്ലറിന്റെ അടിയിലെ ഹോളിലൂടെ നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുക്കുന്നു. പതിയെ മുകളിലേക്ക് എടുത്തു. നമ്മൾ വലിച്ചു. റീഫില്ലർ ഇവിടെ ടൈറ്റായി. റീഫില്ലർ നമ്മൾ പതിയെ ഊരിയെടുത്തു. നോട്ട് റെഡിയായി. ഇനി എന്ത് ചെയ്യണം? ഒന്നാമത്തെ ബീഡ് ഇടണം. അപ്പോൾ റീഫില്ലർ ഊരി മാറ്റണം. റീഫില്ലർ സേഫ് ആയിട്ട് എവിടെയെങ്കിലും വെക്കണം. പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. ഒന്നാമത്തെ ബീഡ് നമ്മൾ എടുത്തു. ഫസ്റ്റ് ബീഡ് ഈസ് റെഡി. ഇനി 9 ബീഡ് കൂടിയിട്ട് നമ്മളൊരു റോസറി നമ്മൾ കംപ്ലീറ്റ് ആക്കും. നമ്മൾ എന്ത് ചെയ്തു? ഇനി ആ മുത്തിനോട് ചേർത്ത് നമ്മൾ റീഫില്ലർ വെക്കണം. മുത്തിനോട് ചേർത്ത് നിങ്ങൾ റീഫില്ലർ വെക്കുന്നു. ഇതിങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചുറ്റിക്കേ. 1, 2, 3 പരിപാടി കഴിഞ്ഞു. ഉണ്ടാ എളുപ്പത്തിൽ നമ്മൾ കഴിഞ്ഞു. നമ്മൾ എടുക്കുന്നു. അച്ഛനോട് നിങ്ങൾ കെട്ടുന്നുണ്ടല്ലോ അല്ലേ? ടൈ ചെയ്യുന്നുണ്ടോ? മുത്തിട്ട് എത്ര പേരുണ്ട്? ഒരു മുത്തെങ്കിലും കോർത്ത് എത്ര പേരുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ എടുക്കുന്നു. നമ്മൾ റീഫില്ലർ ഇങ്ങനെ ഊരിയെടുക്കുന്നു. എന്നിട്ട് ഈ മുത്തിനോട് ചേർത്ത് ഇനിയാണ് നമ്മൾ
എന്തുകൊണ്ടാണ് ഈ റീഫില്ലർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ നോട്ട് ഇടുന്നതിന് എളുപ്പം. ഇങ്ങനെ ഉപയോഗിച്ച് നോട്ട് ഇടുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ നോട്ട് ഇവിടെയല്ലേ കിടക്കണം, നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഈ നോട്ടിന് നമുക്ക് ഇതാ ഇങ്ങനെ പുള്ളി ചെയ്ത് നമുക്ക് അടുപ്പിക്കാൻ പറ്റും. കണ്ടോ? പുള്ളി ചെയ്താ നമ്മൾ ഈ വീടിന്റെ തൊട്ടടുത്ത് എത്തിച്ചു. കണ്ടോ? ചിലപ്പോൾ നിങ്ങൾ കെട്ടുമ്പോൾ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, സാരമില്ല, നിങ്ങൾക്ക് കഴിച്ച് പിന്നീടാണെങ്കിലും പഠിക്കാവുന്നില്ല. കേട്ടോ? അതെ, ഒരു 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 വീട് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ റീഫില്ലർ ഊരിയെടുക്കുന്നു, അടുത്ത വീടിന്നു. ഇനി ഇങ്ങനെ എല്ലാവരും വേഗം വേഗം കെട്ടി പോക്കോട്ടോ. 10 വീടിട്ട് വെക്കുക വേഗം. ദേ നമ്മൾ രണ്ടാമത്തെ വീടിടുന്നു. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? മുത്തിനോട് ചേർത്ത്, വീടിനോട് ചേർത്ത് നമ്മൾ റീഫില്ലർ നമ്മൾ സെറ്റ് ചെയ്യും. ഇതാ പതിയെ നമ്മൾ നോട്ട് ചെയ്യുന്നു, കെട്ടുന്നു. Take the thread, സ്ലോലി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, പുള്ളി ചെയ്യുന്നു, ടൈറ്റ് ആക്കുന്നു, ഇതാ നമ്മൾ ഇത് ലീവ് ചെയ്യുന്നു. അതെ, നമുക്ക് ഈസി ആയിട്ട് ഇതാ ഈ നോട്ടിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് ഈ ബീഡിന്റെ അടുത്തേക്ക് നമുക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, കിട്ടുന്നുണ്ടോ? പേരൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് റോസറി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. കേട്ടോ? ഈ റോസറി നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്, അത് ഏറ്റവും അവസാനം പറഞ്ഞുതരാം. ഇതിന്റെ കൂടെ നമുക്ക് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാനുണ്ട്, അത് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞുതരാം. ഇതാ നമ്മളിങ്ങനെ നോട്ട് എടുക്കുക, ടൈ ചെയ്യുക. എത്ര പേർക്ക് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിക്കുന്ന സമയത്ത് ഒരു റോസറി കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അവർക്കൊരു പ്രത്യേക സമ്മാനം നിങ്ങൾ ആദ്യം ഇങ്ങനെ ഡെന്നിച്ചേട്ടനില്ലേ, ഡെന്നിച്ചേട്ടൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കാട്ടോ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാട്ടോ. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ നമ്മളിതാ മൂന്ന് വീടുകൾ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. 3 വീടുകൾ നമ്മൾ ഇട്ടു. നിങ്ങളിപ്പോ ഉണ്ടാക്കുന്ന ഈ ജപമാല മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. കാരണം ഇത് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ജപമാലയാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് വിൽ ബി സോ ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ബ്ലെസ്സഡ് മദർ. അതുകൊണ്ട് അത്രയും സ്നേഹത്തോടെ വേണം ചെയ്യാനായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. കേട്ടോ? ആർക്കാ ഒരു സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഏഞ്ചലയ്ക്ക് സംശയം ഉണ്ടോ? ഏഞ്ചലയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഏഞ്ചൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. ഏഞ്ചലയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഏഞ്ചലയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. കേട്ടോ? ബാക്കിയുള്ളവർ ആ നോട്ട് ടൈ ചെയ്ത് വെക്കും. 10 ബീഡുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് അച്ഛനും കൂടി, നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, അച്ഛൻ സ്ലോ ആണ്. കിട്ടുന്നു. ഏഞ്ചൽ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ഏഞ്ചലേക്ക് ചോദിക്കാം. സംശയമില്ല? ശരിയായില്ല, സാരമില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. നമുക്ക് ശരിയാക്കാം. ഏഞ്ചലേക്ക് എങ്ങനെ ശരിയാകാതെ പോയത് എങ്ങനെയാ? ഓക്കെ. ഏഞ്ചലിയുടെ അമ്മയല്ലേ ഏഞ്ചലിനെ സഹായിക്കുന്നേ? അപ്പയാണോ? എന്നാ അപ്പയുടെ സ്ക്രീനിന്റെ മുന്നിലേക്ക് വരാൻ വേണ്ട, അപ്പയോട് ചോദിക്കാം നമുക്ക്. ഹലോ ചേട്ടാ. ചേട്ടാ പറഞ്ഞേ, എന്താ ചേട്ടാ സംശയം? എന്താ? അല്ല, ഇത് കെട്ടാൻ അറിയത്തില്ല, ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ. കെട്ടാനാണോ ബുദ്ധിമുട്ട്? ചേട്ടൻ്റെ റീഫില്ലർ ഉണ്ടോ? റീഫില്ലർ ഉപയോഗിച്ചാണോ ചെയ്യുന്നത്? ഓക്കെ, ഫൈൻ. ചേട്ടാ അതെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ആ റീഫില്ലർ ഇങ്ങനെ എടുക്കുന്നു, റീഫില്ലറിനോട് ചേർത്ത് നമ്മൾ ഈ ത്രെഡ് വെക്കുന്നു. ഇടത് കൈയിലെ പോർഷൻ. നമുക്ക് വശമുള്ള കൈ ഏതാണ് അത്. ഇടതിലെ പോർഷൻ വെക്കുക. എനിക്ക് വലത് കൈയാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വലത് കൈയിൽ പിടിക്കുന്നത്. നമ്മൾ എടുക്കുന്നു, ഇതാ ഈ പോർഷൻ നമ്മൾ നീക്കി എടുക്കുന്നത് 3 വട്ടം ചുറ്റുന്നു. 3, 4, 5 എത്ര വേണം നമുക്ക് ചുറ്റാം. തൽക്കാലം നമ്മൾ 3 ചുറ്റുന്നുള്ളൂ. ഇതാ ഇങ്ങനെ എടുക്കുന്നു, വെറുതെ നമ്മൾ ബാക്കിലേക്ക് ചുറ്റുന്നു. വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ ദിശയിലേക്ക് ചുറ്റുന്നു 3. അപ്പൊ ഇതാ ഇങ്ങനെ കിട്ടും. ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. കിട്ടുന്നുണ്ടോ ഏട്ടാ? കിട്ടുന്നുണ്ടോ?
കിട്ടുന്നുണ്ടോ ഏട്ടാ? ബാക്കിലേക്കല്ലേ? അല്ല, ഇടത് ആ സൈഡ്. ബാക്കിലേക്ക്. അതായത് ഈ ത്രെഡില്ലേ, നമ്മൾ ഇങ്ങനെ വെക്കുന്ന ത്രെഡില്ലേ, ആ ത്രെഡ് കൂട്ടി വേണം ചുറ്റാൻ. ഈ ത്രെഡിന്റെ മേഖലയിൽ കൂടി തന്നെ ചുറ്റി വരണം. അതാ ഒന്ന് ചുറ്റി, പിന്നെ ചുറ്റുന്നത് ആ ത്രെഡിന്റെ മേഖലയിൽ കൂടി ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ തന്നെ വരുള്ളൂ. ഇതാ കണ്ട, ആ ത്രെഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ ത്രെഡിന്റെ മുകളിലൂടെയാണ് ഈ ചുറ്റി വരുന്നത്. പറ്റുന്നുണ്ടോ ഏട്ടാ? ഇനി നമ്മൾ അങ്ങനെ 3 വട്ടം ചുറ്റിയതിനു ശേഷം ഇങ്ങനെ നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നു. നമ്മൾ ആ ചുറ്റാൻ ഉപയോഗിച്ച പോർഷൻ ഇല്ലേ, നമ്മുടെ വലത് കൈയിലെ പോർഷൻ, അത് നമ്മൾ എടുത്തിട്ട് ഇതിന്റെ അടിയിലൂടെ, അതായത് ഇടത് കയ്യിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന റീഫില്ലറിന്റെ അടിയിലെ ഹോളിലൂടെ നമ്മൾ പതിയെ മുകളിലേക്ക് എടുക്കുന്നു. പതിയെ മുകളിലേക്ക് എടുക്കുന്നു. മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിനിങ്ങനെ പതിയെ വലിക്കുന്നു. വലിച്ച് ടൈറ്റ് ആക്കുന്നു. ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ റീഫില്ലർ പതിയെ ഇങ്ങനെ പുഷ് ചെയ്യണം. പതിയെ പുള്ളി ചെയ്ത് ഈ നോട്ടിൽ നമ്മൾ മാറ്റണം, ഈ കെട്ടിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് ഏകദേശം ഇതിങ്ങനെ കിട്ടും. നമ്മൾ അതിനെ പതിയെ ഇങ്ങനെ വലിക്കുമ്പോൾ അത് ടൈറ്റ് ആയിക്കോളും. ഇങ്ങനെ ടൈറ്റ് ആവും. ഇങ്ങനെ ടൈറ്റ് ആവും. കിട്ടുന്നുണ്ടോ ഏട്ടാ? അത് മോള് വലിച്ചേ, അത് പുള്ളി ചെയ്തേ, വലിച്ചേ, വലിക്ക്. ടൈറ്റ് ആയി. ശരിയായെന്നാണോ അതോ കെട്ടിപ്പോയി? ശരിയായില്ല, കുഴപ്പമില്ല. വേറൊരു സംഭവം കാണിച്ചുതരാം ചേട്ടാ. നമ്മുടെ സാധാരണ കെട്ടില്ലേ, നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ചുമ്മാ ചുറ്റി കെട്ടാറില്ലേ, അത് നമ്മൾ സാധാരണ ഒരെണ്ണമല്ലേ, ഒറ്റ പ്രാവശ്യമല്ലേ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നേ. ചേട്ടന ഒറ്റ പ്രാവശ്യം കൂടാതെ 1, 2, 3 വട്ടം ഒന്ന് എടുത്തു നോക്കി. 3 വട്ടം. അപ്പൊ അതാ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ നിൽക്കും. 3 വട്ടം. രണ്ടാമത് പതിയെ ഒന്ന് വലിച്ചു നോക്കി. സെയിം കെട്ട് തന്നെയാണ് വരുന്നത്. കിട്ടിയോ ഏട്ടാ? ആ നോട്ടൊന്ന് കെട്ടൊന്ന് കാണിക്കാവോ? ഒന്ന് ക്യാമറയുടെ മുന്നിലേക്ക് ഒന്ന് കാണിക്കാവോ? ക്യാമറയുടെ മുന്നിലേക്ക്, ക്യാമറയുടെ. ഫൈൻ. അത് തന്നെ, അത്രേ ഉള്ളൂ സാധനം. അത്രേ ഉള്ളൂ. അത് തന്നെയാണ്. ചേട്ടൻ ഇനി കെട്ടുമ്പോഴുണ്ടല്ലോ, മുത്തിട്ടതിന് ശേഷം ആ മുത്തിനോട് ചേർത്ത് ആ കെട്ടിടാൻ നോക്കിയാൽ മതി. അപ്പൊ കൃത്യം അങ്ങനെ തന്നെ വന്നോളും കേട്ടോ. നമുക്ക് അവസാനം കുരിശ് കെട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, 10 വീടുകൾ വിട്ട് റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 10 വീടുകൾ വിട്ടോ എല്ലാവരും? 10 വീടുകൾ എല്ലാവരും വിട്ടോ? ഒന്ന് കൈ കാണിക്കാമോ? 10 ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഏകദേശം സാരമില്ല. ആരെങ്കിലും ആയിട്ടുണ്ടോ ഇങ്ങനെ 10 വീടുകൾ ഇട്ടവര്? എല്ലാരും വീഡിയോ ഉണ്ടാക്കിട്ടോ. ഒന്ന് വീഡിയോ ഉണ്ടാക്കണം എല്ലാരും. ഒന്ന് കാണിക്കാമോ? ഏകദേശം ഇങ്ങനെ കിട്ടിയോ? നമ്മളിത് തീരാറായി. നമുക്കിനി കുരിശുരൂപം കൂടി ഇതിന്റെ കൂടെ ഒന്ന് ചേർത്താൽ മാത്രം മതി. പത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപത്തിനുള്ള വീടുകൾ ഓൾറെഡി ആയി. ഇനി നമുക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ജപത്തിന് നമുക്കൊരു മുത്ത് വേണ്ടേ, ഒരു ബീഡ് വേണ്ടേ? ആ ബീഡ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാം. എല്ലാവരും ഏകദേശം ആയോ? അത് ആഡ് ചെയ്യാനുള്ള എങ്ങനെയാന്ന് അച്ഛൻ പഠിപ്പിച്ചു തരാം. ചേട്ടാ ഹലോ, നമുക്ക് നമ്മൾ ജപത്തിനുള്ള വീട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പൊ 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാനുള്ള 10 മുത്തുകൾ നമ്മൾ ഓൾറെഡി കോർത്ത് കഴിഞ്ഞു, ഇല്ലേ? കോർത്ത് ഒന്ന് ഉയർത്തി കാണിക്കാവോ? അച്ഛനെ കാണിക്കാവോ? നിങ്ങൾ ചെയ്തിടത്തോളം ഒന്ന് കാണിക്കാവോ? ഒന്ന് ഉയർത്തി കാണിക്കാവോ എത്രത്തോളം ചെയ്തു എന്നുള്ളത്? വെരി ഗുഡ്. 3 ആയിട്ടുള്ളൂ. സാരമില്ല. വെരി ഗുഡ്. അച്ഛനിങ്ങനെ ഒരുപാട് കെട്ടി പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് കെട്ടാൻ പറ്റണത്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ആദ്യം കെട്ടി തുടങ്ങുമ്പോൾ ഒരുപാട് സമയം എടുത്താണ് ഒരു ജപമാല കെട്ടി തീർത്തത്. അപ്പൊ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പഠിച്ചില്ലേ? 3 വീടൊക്കെ കിട്ടോ? വെരി ഗുഡ്, ഫൈൻ. നമുക്കിനി ഒരു കാര്യം ചെയ്താലോ? നിങ്ങൾ എന്തോരം കെട്ടിയിട്ടുണ്ടെങ്കിലും
നമുക്ക് അവിടെ വെച്ചത് നിർത്താം. എന്നിട്ട് നമുക്ക് സ്വർഗസ്ഥനായ പിതാവ്, അതായത് നമുക്കിത് ജോയിൻ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ അഴിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും കെട്ടാം. എഗ്രീഡ്? എഗ്രീഡ്? അങ്ങനെ ചെയ്താലോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ കെട്ടുകളെല്ലാം സെയിം ആണ്. എല്ലാം നമ്മൾ ഇടുന്ന കെട്ടുകളെല്ലാം സെയിം ആണ്. പക്ഷെ നമ്മൾ എങ്ങനെ കെട്ടുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ അതിനൊരു ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ, ഇപ്പൊ നിങ്ങളിപ്പോ 3 ആണെങ്കിലും 5 കൊടുത്തവരുണ്ടാവും, 7 കൊടുത്തവരുണ്ടാവും, 8 എത്ര കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങളിതാ ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. 3 ആയിക്കഴിഞ്ഞാൽ എന്താ, ഇത്രേ ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല. 4 ആണെങ്കിൽ ഇതാ ഇത്രേ ഉണ്ടാവുള്ളൂ, സാരമില്ല. 7 ആണെങ്കിലോ ഇതാ ഇത്രേ ഉണ്ടാവുള്ളൂ, അതും നമുക്ക് കുഴപ്പമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ 2 വശവും കിട്ടിയില്ലേ ഇങ്ങനെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കെട്ടിട്ട് ഈ 2 കെട്ട് നിങ്ങൾക്ക് കാണാൻ പോലെ ഈ 2 കെട്ട്, അതുപോലൊരു കെട്ട് നമുക്ക് ഇതാ ഇവിടെയും കൂടി കൊണ്ടുവരണം. അല്ല, ഇത് ജോയിൻ ചെയ്യിക്കണ്ടേ? ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ത്രെഡിലല്ലേ നമ്മൾ ഈ ഫില്ലർ വെച്ചത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ 2 ത്രെഡും കൂടി ഫില്ലറിലേക്ക് ചേർത്ത് വെക്കും. ഇതാ ഇങ്ങനെ കണ്ടോ, 2 ത്രെഡും കൂടി ഇതാ ഇങ്ങനെ ഫില്ലറിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഏറ്റവും നീളമുള്ള ത്രെഡ് കണ്ടോ, ഏറ്റവും നീളമുള്ളത്, അതിൽ ഏറ്റവും നീളമുള്ള പോർഷൻ അത് നമ്മൾ എടുത്തിട്ട് ഇതാ പഴയതുപോലെ ഇങ്ങനെ ചുറ്റും. പഴയതുപോലെ തന്നെ നമ്മൾ ചുറ്റും. 1 2 3. മനസ്സിലായോ? അച്ഛൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ അഴിക്കുന്നു. ഇതാ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഈ രണ്ട് നോട്ടിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു നോട്ട് കൂടി വേണം. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്, ജോയിന്റ് ആകുന്നത്. അങ്ങനെ ജോയിന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ റീഫില്ലർ ഉപയോഗിച്ച് ടൈ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ റീഫില്ലർ വീണ്ടും അവിടെ വെക്കുന്നു. ആ 2 ത്രെഡും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് അതിൽ ഏറ്റവും വലിയ ത്രെഡിന്റെ പോർഷൻ എടുത്ത് ഇതാ ഇങ്ങനെ ചുറ്റുന്നു. 1 2 3. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവരുത്തി കാണിക്കാവോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവരുത്തി കാണിക്കാവോ? ആ, ഫൈൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ, ഫൈൻ, വെരി ഗുഡ്. ആ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പേർക്ക് വീഡിയോ ഓഫാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് കൃത്യം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. വീഡിയോ ഓണാക്കി വെച്ചാലേ നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് എന്നാൽ അതൊന്ന് കെട്ടാം. ഇതാ അച്ഛൻ വീണ്ടും ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കാണിച്ചു. ഇനി മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം. ഇതാ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. റീഫില്ലർ നമ്മൾ അതിനോട് ചേർത്ത് വെക്കുന്നു. ഇതാ എന്നിട്ട് നമ്മൾ പതിയെ 1 2 3 3 നോട്ട് നമ്മൾ 3 പ്രാവശ്യം നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നു. എന്നിട്ട് ആ പോർഷൻ എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ റീഫില്ലറിന്റെ ഉള്ളിലൂടെ കയറ്റി ഇതാ നമ്മൾ ഏറ്റവും മുകളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ടൈറ്റ് ചെയ്യുന്നു. റീഫില്ലർ നമ്മൾ പതിയെ ഊരി മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ നമ്മൾ ചുറ്റിയാൻ ഉപയോഗിച്ച പോർഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ വലിക്കണം കേട്ടോ. അവിടെ 2 ത്രെഡ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും, പക്ഷെ 2 ത്രെഡിലേക്ക് വലിക്കരുത്. അത് നമ്മൾ ആ വലിയ ത്രെഡ് മാത്രം വലിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ടൈറ്റായി വരും. ഇങ്ങനെ ടൈറ്റായി ഇതാ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ കൊണ്ട് നമുക്ക് വെക്കാം. ഏകദേശം കറക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ടൈറ്റ് ആക്കുന്നു. അപ്പൊ എന്തായി ഇതാ ഇങ്ങനെ നമുക്ക് റോസറി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ ആക്കിയതിനു ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ജപത്തിന്റെ മുത്ത് ആഡ് ചെയ്യണ്ടേ? നമ്മൾ റീഫില്ലർ ഊരി മാറ്റുന്നു. നമ്മൾ പതിയെ അവസാനത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ജപത്തിന് വേണ്ടിയിട്ടുള്ള ബീഡ് നമ്മൾ കോർത്തെടുക്കുന്നു. ഇങ്ങനെ ആക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇനി നമ്മൾ കെട്ടുന്നതിന് മുൻപ് തന്നെ കുരിശു കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കണം. കാരണം ഇനി എന്താ വരണ്ടേ? ഈ ബീഡിന് ശേഷം ഇവിടെ ഇതുപോലത്തെ നോട്ട് ഇവിടെ വരണം, അല്ലേ? ഇവിടെ വരണം, പ്ലസ് കുരിശുരൂപം വരണം ഇപ്പുറത്ത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് അത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കെട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുത്തിനോടൊപ്പം തന്നെ കെട്ടിടുന്നതിന് മുൻപ് നമ്മൾ കുരിശുരൂപം എല്ലാവരുടെ കയ്യിലല്ലേ? ചെറിയ കുരിശുരൂപം ഒന്നെടുക്കാവോ? നമ്മളിതാ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ കോർത്തെടുക്കുന്നു. കുരിശുരൂപം കോർക്കുന്നു. എന്ത് ചെയ്യണം? ഇത്രേ 1 സെന്റിമീറ്റർ അകലത്തിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. ഇത്ര അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിച്ചില്ലേ? പിന്നെ കോർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിക്കുക. ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ റീഫില്ലർ വീണ്ടും എടുത്ത് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ കെട്ടിയതുപോലെ തന്നെ വീണ്ടും നമ്മൾ കെട്ടും, ടൈ ചെയ്യുന്നു. 1 2 3 3
എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ കെട്ടിയിട്ടില്ല, കെട്ടുന്നതിന് മുമ്പ് അഴിച്ച് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിതാ ആ മുത്തിനോടൊപ്പം തന്നെ നമ്മൾ കുരിശുരൂപം നമ്മൾ ആഡ് ചെയ്യും. കുരിശുരൂപം നമ്മൾ ചേർത്തു, നമ്മൾ കോർത്തെടുത്ത്, കുരിശുരൂപം കോർത്തെടുത്തിട്ട് എന്ത് ചെയ്യണം? തൊട്ടടുത്ത് കൊണ്ട് നിർത്തരുത്. ഏകദേശം 1 സെന്റിമീറ്റർ എങ്കിലും ഒരു ഗ്യാപ്പ് ഇടണം. ഇവിടെ കാണിച്ചു തരാം. 1 സെന്റിമീറ്റർ ഒരു ഗ്യാപ്പ് ഇടുക. ഇവിടെ കണ്ട, 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കോർത്തെടുക്കണം. ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തിട്ട് ഇങ്ങനെ പിടിക്കും. ടൈറ്റായിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. കണ്ടോ? ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മുത്തിന്റെയും കുരിശുരൂപത്തിന്റെയും ഗ്യാപ്പിലേക്ക് നമ്മൾ റീഫില്ലർ ഇങ്ങനെ ചേർത്ത് വെക്കണം. കണ്ടോ? ഇങ്ങനെ ചേർത്ത് വെച്ച് നേരത്തെ നമ്മൾ ആ കോർത്ത് അതേ നൂലെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ചുറ്റണം. നമ്മൾ ആദ്യം ചുറ്റിയതുപോലെ തന്നെ ചുറ്റണം. അപ്പൊ എന്താ? 1, 2, പുറകോട് തന്നെ ചുറ്റണം കേട്ടോ. 2, 3 ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ പതിയെ റീഫില്ലറിന്റെ ഉള്ളിലൂടെ റീഫില്ലറിന്റെ പുറകിലൂടെ നമ്മളത് ഉയർത്തിയെടുക്കുന്നു. നമ്മൾ മുൻവശത്ത് ഒരു പുള്ളി പുറത്തേക്ക് എടുക്കുന്നു. And thus there is a full rosary. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ നീണ്ടു നിൽക്കുന്ന നമുക്ക് പോർഷൻസ് ഉണ്ടാവൂലേ, നമ്മൾ നൈസായിട്ട് നമ്മൾ ഒരു മെഴുകുതിരി ഉരുക്കി വെക്കുക, കത്തിച്ച് വെക്കുക. മെഴുകുതിരി പേശ് നമ്മൾ ജസ്റ്റ് ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത്ര നേരം കെട്ടിയ കൊണ്ട കത്തിച്ച് കളയരുത്. അപ്പൊ നോക്കി ഉരുക്കണം കേട്ടോ. തൊട്ടടുത്ത് പിടിക്കുക, ഇതിങ്ങനെ വലിക്കുക, ഉള്ളിക്കുക. നിങ്ങൾ കത്തിരിയൊക്കെ ഒന്ന് കട്ടിയായിട്ട് ഒന്ന് ഉരുക്കി എടുത്താലും മതി. ഉരുക്കുക, കൈ പൊള്ളിക്കരുത്. കൈ പൊള്ളിക്കാതെ പതിയെ ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇതൊക്കെ കെട്ടുന്ന ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ പേരൻസിനെ കാണിക്കുക കേട്ടോ. പേരൻസിന്റെ ഒപ്പം മിച്ചമുള്ള ഭാഗം നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഉരുക്കി ചേർത്ത് പതി ഇങ്ങനെ തൊട്ട് കൊടുക്കുക. പേരൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കേട്ടോ. ഇപ്പൊ എന്തായി? റോസറി ആയി. അപ്പൊ നമുക്ക് മാതാവിന് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് നല്ലൊരു ജപമാല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ജപമാല ഉണ്ടാക്കണം. അതുപോലെ എല്ലാ ദിവസവും ജപമാല ചൊല്ലണം. ഓർക്കണം, ആഭരണമാണ്. ചൊല്ലി തുടങ്ങുമ്പോൾ ഇതെന്തായി മാറും? ആയുധമായിട്ട് മാറും. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മക്കളായിട്ട് വളരുക. മരിയ ഗുരേത്തിയെ പോലെ, ഡൊമിനിക് സാവിയെ പോലെ കൊച്ച് വിശുദ്ധരായിട്ട് വളരുക കേട്ടോ. പരിശുദ്ധ അമ്മ വിശുദ്ധ മെറ്റിൽഡയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലിയല്ലാതെ നിങ്ങൾക്ക് ആർക്കും എന്നെ കൂടുതലായി സ്നേഹിക്കാൻ സാധിക്കില്ല. എങ്ങനെ? നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയല്ലാതെ നിങ്ങൾക്ക് ആർക്കും എന്നെ കൂടുതലായി സ്നേഹിക്കാൻ സാധിക്കില്ല. ഓരോ വട്ടം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരെയാണ്. നമ്മുടെ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല മക്കളായിട്ട് വളരുക. നിങ്ങൾ എന്തോരം കെട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തോരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അതൊന്ന് ഉയർത്തി പിടിക്കാവോ? ഓക്കെ, വെരി ഗുഡ്. അത് 1-2 പേരൊക്കെ കംപ്ലീറ്റ് ആയി കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്, ഫൈൻ. ഇനി നമുക്ക് അതിൽ ഒരു മുത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. ഒരുമിച്ച് നമുക്ക് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇനി നമ്മളൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു അല്ലേ? ഇതിനൊരു ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ചുമ്മാ കിട്ടിയാൽ പോരാ, നമ്മൾ ഈ ഓരോ മുത്തും കോർക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ആഡ് ചെയ്യണം അല്ലേ? എന്താണ് ആ ഇൻഗ്രീഡിയന്റ് എന്നറിയാവോ? നമ്മളിപ്പോൾ ചൊല്ലിയ പ്രാർത്ഥനയാണ് ആ ഇൻഗ്രീഡിയന്റ്. ഓരോ വട്ടം നിങ്ങൾ ഓരോ മുത്തുകളും ഇങ്ങനെ നൂലിൽ ഇങ്ങനെ കോർത്തെടുക്കുമ്പോഴും ഓരോ നോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ജപമാല കെട്ടണം. അതായത് ജപമാല ചൊല്ലിക്കൊണ്ട് ജപമാല കെട്ടണം. അപ്പൊ അതെന്താവും? കൂടുതൽ പവർഫുൾ ആയിട്ട് മാറും കേട്ടോ. ഇനി നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേസിനൊക്കെ നിങ്ങളുടെ കൂട്ടുകാരുടെയും പാരന്റ്സിന്റെയും ഒക്കെ ബർത്ത്ഡേസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ജപമാല ഉണ്ടാക്കിയിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യണം. ഓക്കെ? അപ്പം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരുക, ആഭരണമായിട്ട് തണിയുക, ആയുധമായിട്ട് കയ്യിൽ കരുതുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ വളരുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.